ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് അങ്കമാലിയിലോട്ടാണ്. അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയൊന്നുമല്ല കേട്ടോ. ഞങ്ങളിന്ന് അവിടെ അങ്കമാലിയിലെ സീമാസ് വെഡ്ഡിങ് കളക്ഷനിലേക്കാണ് പോകുന്നത്. ഒരു കൊച്ചു ഷോപ്പിംഗ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡും മോളും അതുപോലെ ചേച്ചിയുടെ മോള്, ഞങ്ങളെല്ലാവരും കൂടെ അങ്കമാലിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്കമാലിയിലേക്ക് ടിക്കറ്റ് എടുത്തു. ട്രെയിനിൽ കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു. ആ തിക്കും തിരക്കും കാരണം ചേച്ചിയുടെ മകളുടെ ചെരുപ്പ് ട്രാക്കിൽ വീണുപോയി. അങ്ങനെ അവൾ ഒറ്റ ചെരുപ്പുമായിട്ട് ട്രെയിനകത്തേക്ക് കയറി. ട്രെയിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടേണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കയറി കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ആരും തന്നെയില്ല, ഞങ്ങൾ മാത്രം. ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്കമാലിയിലെത്തിയത്. ശരിക്കും അങ്കമാലിയിലെത്തിയതേ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രമേ സീമാസ് വെഡ്ഡിങ്ങിലേക്ക് യാത്രയുള്ളൂ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് സീമാസ് വെഡ്ഡിങ് കളക്ഷൻ്റെ നേരെ മുമ്പിലേക്ക് പോയി ഇറങ്ങി. അപ്പോൾ ചേച്ചിയുടെ മകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഞാൻ ചെരുപ്പില്ലാതെ എന്തായാലും കയറില്ലാന്ന്. അങ്ങനെ അവൾക്ക് അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറി ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നേരെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി. സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ ഒക്ടോബർ 2 മുതൽ, അതായത് ഗാന്ധി ജയന്തി മുതൽ നവമി വരെ, അതായത് ഒക്ടോബർ 13 വരെ അവിടെ സെയിൽസിൽ ഓഫേഴ്സ് ഉണ്ട്. എല്ലാം അവിടുത്തെ ഓഫേഴ്സിൽ വരുന്നതെന്ന് വെച്ചാൽ എല്ലാം പകുതി വിലയാണ്. നമുക്കിപ്പോൾ ഒരു സാരി എടുക്കുകയാണെങ്കിൽ 2000 രൂപയുടെ സാരി ആണെങ്കിൽ നേരെ പകുതി വിലയ്ക്ക് തരും. അതുപോലെ തന്നെ കിഡ്സ് വെയർ ആണെങ്കിലും ഷർട്ട്സ് ആയാലും അതുപോലെ പാൻസ് ആയാലും എല്ലാം പകുതി വിലയ്ക്കാണ് അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഓഫറുള്ളത്. ഞങ്ങളവിടെ എത്തിയ ഉടൻ തന്നെ നേരെ പോയത് സാരീസിൻ്റെ സെക്ഷനിലായിരുന്നു. അവിടെ എത്തി ഞാനും ചേച്ചിയും കൂടെ സാരി സെലക്ട് ചെയ്തു. ഓഫർ പ്രൈസിൽ ഒരുപാട് നല്ല സാരികളുണ്ട്, പട്ട് സാരികൾ ഒരുപാടുണ്ട്, നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ സാരി സെലക്ട് ചെയ്തു, 2 സാരി എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുർത്തീസിൻ്റെ സെക്ഷനിലായിരുന്നു. കുർത്തീസിൽ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ കുർത്തീസൊക്കെ ഒരുപാട് നമ്മൾ നോക്കി, പക്ഷേ ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ ചുരിദാർ സെറ്റ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ചുരിദാർ സെറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെയാണെങ്കിൽ നല്ല ഓഫേഴ്സ്, നല്ല സെലക്ഷൻസും. അങ്ങനെ മക്കൾക്ക് 2 പേർക്കും ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. കിഡ്സിൻ്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഗേൾസിനുള്ള ഫ്രോക്സ്, അതുപോലെ തന്നെ ഷോർട്ട്സ്, ക്രോപ്പ് ടോപ്സ്, ഇതൊക്കെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഗേൾസിൻ്റെ ഡ്രസ്സസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഫ്രോക്സുകൾ പല തരത്തിലുള്ളതുണ്ട്. കളേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഈ ഡ്രസ്സസ് കാണാൻ കഴിയും ഇവിടെ. അതുപോലെ എല്ലാം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 200 റുപ്പീസിനൊക്കെ നമുക്ക് ക്രോപ്പ് ടോപ്സും ടീഷർട്ട്സും ഒക്കെ കുട്ടികൾക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാൻ കഴിയും. കിഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് മെൻസ് വെയർ സെക്ഷനിലായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് ഷർട്ട്സാണ്. ഷർട്ട്സൊക്കെ ആയിക്കോട്ടെ നല്ല വിലക്കുറവിലാണ്. നമുക്ക് 1000ൻ്റെ ഷർട്ടൊക്കെ 500-നൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. സാധാരണ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു 800-ൻ്റെയും 1000-ൻ്റെയൊക്കെ ഷർട്ട് വാങ്ങുന്ന ആ പൈസയ്ക്ക് നമുക്ക് 2 ഷർട്ടൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ എടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക. ഈ ഓഫർ നവരാത്രി വരെയാണ്, അതായത് ഒക്ടോബർ 13 വരെ മാത്രമാണ് ഈ സെയിൽസ് ഉള്ളൂ. അപ്പോൾ വരേണ്ടവർ പെട്ടെന്ന് തന്നെ ട്രെയിൻ കയറി വന്നോളാം. ഈ ഓഫർ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിച്ചോളാം. നല്ല അടിപൊളി കളക്ഷൻസൊക്കെയാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് സീമാസ് വെഡ്ഡിങ് കളക്ഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. സമയം 12:45 ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ സമയം 1:30. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 4 മണിക്കാണ്. സമയം ഒരുപാട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ എറണാകുളത്തേക്ക് വിട്ടു. എറണാകുളത്ത് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ലുലു മാളിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് വന്നു. അപ്പോൾ ആ വീഡിയോ വിശേഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.